അങ്ങനെ 2024 തുടക്കത്തിൽ മുതൽ ആപ്പിൾ യൂസേഴ്സായ നമ്മൾ വളരെ ആകാംക്ഷയോടെ വളരെ എക്സ്പെക്റ്റേഷനോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വർഷം റിലീസ് ചെയ്യാൻ പോകുന്ന ആപ്പിളിൻ്റെ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. അതായത് iOS 18, iPadOS, macOS, watchOS ഇതുപോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം തന്നെ നമുക്കറിയാം. എല്ലാ വർഷവും ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ലോഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നത് ആപ്പിളിൻ്റെ WWDC വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് എന്ന് പറയുന്ന ആ ഒരു ഇവൻറ്റിൽ വെച്ചാണ്. എന്നാൽ ഈ വർഷത്തെ 2024 WWDC കഴിഞ്ഞ ദിവസം ആപ്പിൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തു. അതായത് ഈ വരുന്ന ജൂൺ 10 ആയിരിക്കും ആപ്പിൾ WWDC ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. iOS 18 പുതിയ ഫീച്ചേഴ്സും ലീക്സ് ആൻഡ് റൂമേഴ്സിനെ പറ്റി നമ്മൾ അവസാനം ചെയ്ത വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു. യൂസർ ഇൻ്റർഫേസിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് വരാൻ പോകുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. അതായത് ലുക്കിൻ്റെ കാര്യത്തിൽ ഓവറോൾ ഉള്ള ആ ഒരു ഫീലിലും ലുക്കിലും കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് ആപ്പിൾ അവിടെയും ഇവിടെയും കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ലീക്സും റൂമേഴ്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. അതിനെ കുറച്ചും കൂടെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഈസ്റ്റർ എഗ്ഗുകളും ആപ്പിൾ ഈ ഒരു WWDC അനൗൺസ്മെൻറ്റിൽ അതിൻ്റെ ഇമേജിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യം ആപ്പിൾ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതാണ് ഗ്രേഗ് ജോസ്വിക്ക്, ആപ്പിളിൻ്റെ സീനിയർ വൈസ് പ്രസിഡൻ്റ് ആണ്, വേൾഡ് വൈഡ് മാർക്കറ്റിങ്ങിൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റ്. സോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ട്വിറ്റർ കമൻറ്റിൽ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൻ്റെ അവസാനത്തെ 2 വാക്കുകൾ ആബ്സല്യൂട്ട്ലി ഇൻക്രെഡിബിൾ. സോ അതിൻ്റെ ലെറ്റേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്, രണ്ടും A and I. കാരണം ആ ഒരു ട്വീറ്റിൽ തന്നെ 2 സെൻറ്റൻസിൽ ബാക്കിയുള്ള എല്ലാ വാക്കുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ്. എന്നാൽ ഈ ഒരു 2 ലെറ്റേഴ്സ് അല്ലെങ്കിൽ 2 വാക്കുകൾ മാത്രമാണ് രണ്ടും സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ ലെറ്ററിൽ വന്നേക്കുന്നത്. സോ അത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും A and I. സോ AIക്ക് അവിടുന്ന് തന്നെ ഒരു കൺഫർമേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു WWDC എന്നുള്ള ആ റൈറ്റിങ് അതൊരു ആനിമേഷനാണ്. ആ ഒരു ആനിമേഷൻ വളരെ സിമിലറായിട്ട് അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ട് നമുക്ക് തോന്നും. കാരണം നമ്മുടെ സിറിക്കറിയാം, സിറി നമ്മൾ ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് അതിലൊരു ആനിമേഷൻ ഉണ്ട്. അതുമായിട്ട് വളരെ റിസംബിൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആനിമേഷനാണ് ഇതിലും കൊടുത്തത്. മൂന്നാമത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇത് എത്രത്തോളം ആയിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യമാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഒരു ഇമേജ് കണ്ടപ്പം തോന്നിയൊരു കാര്യമാണ്. അതായത് യൂഷ്വലി WWDC എന്നുള്ള ഒരു റൈറ്റിംഗ് വരുന്നത് 4 ലെറ്റേഴ്സ് ആയിരിക്കും. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ആ W കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ലെറ്ററായിട്ടാണ് ആപ്പിലൂടെ കൊടുത്തേക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാലും നമുക്കിവിടെ വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കണക്കാണ്. അതായത് ഈ ഇവൻറ്റ് നടക്കാൻ പോകുന്ന ഡേറ്റ്. ഈ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 10. ഇതുവരെയുള്ള ആപ്പിളിൻ്റെ ഇവൻറ്റുകളൊക്കെ, അതായത് വളരെ റീസെൻ്റ്ലി ഉള്ള ഇവൻറ്റുകളെല്ലാം നോക്കിയാൽ മനസ്സിലാവും ജൂൺ 10 മുന്നെയാണ് പല ഇവൻറ്റുകളും നടത്തിയേക്കുന്നത്. എന്നാൽ ആദ്യമായിട്ടല്ല രണ്ടാമതായിട്ടാണ് ആപ്പിൾ ഈ ജൂൺ 10 സെയിം ഇവൻറ്റ് WWDC ഇവൻറ്റ് വീണ്ടും കണ്ടക്ട് ചെയ്യുന്നത്. ഇതിനു മുന്നേ WWDC ജൂൺ 10 നടത്തിയിട്ടുള്ളത് iOS 7 റിലീസ് ചെയ്ത ടൈമിലാണ്. iOS 7 നമുക്കറിയാം, iOS തുടക്കം മുതൽ iOS 6 വരെ ഉണ്ടായിരുന്ന ആ ഒരു സ്കീമോർഫിക് ഡിസൈനിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പം നമ്മൾ കാണുന്നതിൻ്റെ ആദ്യ വേർഷനായിട്ടുള്ള, അതായത് ഇപ്പം നമ്മൾ കാണുന്ന ആ ഒരു പ്ലെയിൻ ഡിസൈനിൻ്റെ ആദ്യ വേർഷനായിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവന്നത് iOS 7 അപ്പോൾ ഇങ്ങനെ കുറച്ച് പസലുകൾ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യമായിട്ടുള്ളൊരു ഡിസൈനിലും ഓവറോൾ ചേഞ്ച് iOS 18 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനെ സൂചിപ്പിക്കുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മറ്റൊരു ലീക്കാണ് രണ്ടാമത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഈ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് iOS 18 റീഡിസൈൻഡ് ക്യാമറ ആപ്പിൻ്റെ സ്ക്രീൻഷോട്ടാണ്. നിങ്ങൾക്കറിയാം വിഷൻ OS എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളുടെ വിഷൻ പ്രോ ഹെഡ്സെറ്റ് റിലീസ് ചെയ്തതിന് ശേഷം ഈ വിഷൻ OSുമായിട്ട് അലൈൻ ചെയ്ത് പല റൂമറുകളും iOS 18 ബേസ് ചെയ്ത് നമ്മൾ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ മുതൽ കേട്ട് തുടങ്ങുന്നതാണ്. ഇതുവരെയുള്ള macOS, iPadOS അല്ലെങ്കിൽ iOS, watchOS ഇതെല്ലാം ഈവൻ tvOSും നിങ്ങൾ നോക്കിയാൽ ഇതൊക്കെയായിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലൊരു അപ്രോച്ചാണ് വിഷൻ OSന് ആപ്പിൾ കൊടുത്തേക്കുന്നത്. ഇതുവരെ നമ്മൾ യൂഷ്വലി കാണാറുള്ള ആപ്പിളിൻ്റെ ഒരു UI രീതികളല്ല നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. വളരെ ഡിഫറെൻ്റ് ആണ്. കുറച്ചുകൂടെ നമുക്കൊരു സിമിലാരിറ്റി പറയാൻ പറ്റുന്നത് നമ്മളുടെ ആപ്പിൾ tvOSുമായിട്ടാണ്. ഇവിടെ ഈ ഒരു ഇമേജിൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ താഴെ ലെൻസ് സ്വിച്ച് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു ഐക്കൺസ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതേ സെയിം കാര്യം തന്നെയാണ് നമ്മൾ വിഷൻ OSലും കാണാൻ സാധിക്കുന്നത്. ഐക്കൺസ് അല്ലെങ്കിൽ സെറ്റിങ്സ് അതെല്ലാം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഓവറോൾ വിഷൻ OSന് കൊടുത്തത്. അവിടെ മാത്രമല്ല, ഏറ്റവും ടോപ്പിലേക്ക് നോക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ഫ്ലാഷ് ഐക്കൺ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളുടെ ലൈവ് ഫോട്ടോ ഓപ്ഷൻ.
ഇതിനെല്ലാം ഒരു പ്രൊജക്റ്റൈൽ രീതിയിലുള്ള ഒരു ഷേപ്പും ഡിസൈനും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ റിസംബിൾ ചെയ്യുന്ന കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നിങ്ങൾ ഓവറോൾ ഉള്ള ആ ഒരു ഇമേജിൻ്റെ UI ചെക്ക് ചെയ്താൽ ഇതിൻ്റെ ബോട്ടത്തിൽ ഫോട്ടോ, വീഡിയോ, സ്ലോ മോഷൻ എന്നൊക്കെ എഴുതിയിരിക്കുന്ന ആ ഒരു ഏരിയയിൽ നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കറണ്ട് ആയിട്ടുള്ള കളർ എന്താണോ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ഫ്രെയിം താഴെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് ഇത് ട്വിറ്ററിലാണ് ഷെയർ ചെയ്ത സോഴ്സ് ട്വിറ്ററിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ഇങ്ങനെയാണ്. അതായത് കറൻ്റ്ലി iOS 18 ആപ്പിൾ രണ്ട് ഡിസൈനിലാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഈ ഒരു വിഷൻ OSുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു UIയും അതോടൊപ്പം തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ആപ്പിളിൻ്റെ സ്പോർട്സ് ആപ്പിൾ വളരെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയിലില്ല, US ഉള്ളത്. സോ അതിനകത്തും വന്നേക്കുന്ന ഒരു ഡിസൈനിൽ കുറച്ച് ചേഞ്ചസ്, എലമെൻസിലൊക്കെ കാര്യമായിട്ടുള്ള ചേഞ്ച് യൂഷ്വലി കാണുന്ന ആപ്പിളിൻ്റെ ഒരു നേറ്റീവ് ആപ്പിൽ നിന്ന് മാറി വളരെ വ്യത്യസ്തമായിട്ടുള്ള ചേഞ്ചസ് അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതുമായിട്ട് റിസംബിൾ ചെയ്യുന്ന രീതിയിലുള്ള മറ്റൊരു ഡിസൈനും ക്യാമറ ആപ്പിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല, വരും ദിവസങ്ങളിലായിരിക്കും ഇത് ഫൈനലൈസ് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് അലൈൻ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് ഓൾമോസ്റ്റ് ലിജിറ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആപ്പിൾ ഈ ഒരു iOS 18 ക്യാമറ ആപ്പിനകത്ത് കാര്യമായിട്ടുള്ള ഡിസൈൻ എലമെൻറ്റ്സിലും UIയിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നാലും ഇല്ലേലും എനിക്ക് പേഴ്സണലി ഉള്ളൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു താല്പര്യം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ തന്നെ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീഡിയോ ഓപ്ഷനിൽ നമുക്കൊരു പോസ്റ്റ് ബട്ടൺ ഓപ്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം വീഡിയോ ഇപ്പോഴും ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഇത്രയും വർഷമായിട്ടും ഇപ്പോഴും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാനൊരു ഓപ്ഷനില്ല. ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. പോസ് ചെയ്യുന്ന ഓപ്ഷനെങ്കിലും ആപ്പിൾ കൊണ്ടുവരുന്നതെങ്കിൽ അല്ലെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്തെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു iOS 17 ആപ്പിൾ നമുക്ക് വൈറ്റ് ബാലൻസ് ലോക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് കൊണ്ടുവന്നത്. എന്നാൽ ഇതുവരെ കസ്റ്റമൈസ്ഡ് വൈറ്റ് ബാലൻസ് ഓപ്ഷൻസോ അല്ലെങ്കിൽ മാനുവലി വൈറ്റ് ബാലൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഓപ്ഷനോ ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ iOS 18 വരുമ്പം ഇതുവരെ ആപ്പിൾ ഉപേക്ഷിച്ച അല്ലെങ്കിൽ നമ്മൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള പല ചേഞ്ചസും ആപ്പിൾ കൊണ്ടുവരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പിന്നീട് iOS 18 ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്ന മറ്റൊരു ഫീച്ചറാണ്, വർഷങ്ങളായിട്ട് ആൻഡ്രോയിഡിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീച്ചറാണ്. പക്ഷേ ആപ്പിളിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ആപ്പിൾ യൂസേഴ്സിനെ സംബന്ധിച്ചോളം വലിയ കാര്യം തന്നെയാണ്. അതായത് ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ. ഹോം സ്ക്രീനിലുള്ള ആപ്പ് ഐക്കൺസിന് കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവരുന്നു എന്നുള്ളത്. അതായത് iOS 18 മുതൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത്, അതായത് ഒരു പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്ന സംഭവമില്ല, അതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സ്റ്റിൽ ആപ്പിളിൻ്റെ രീതിയിലാണ് ഇത് കസ്റ്റമൈസേഷൻ ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ ആപ്പിൾ കൊണ്ടുവരുന്നത്. അതായത് ഇപ്പം നിലവിലുള്ള പോലെ തന്നെ ഒരു പ്ലേസ് ഹോൾഡർ എല്ലാ ആപ്പ് ഐക്കൺസിനും കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു സൈസും ഷേപ്പും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ കീപ്പ് ചെയ്ത് നിലനിർത്താൻ വേണ്ടി ഒരു പ്ലേസ് ഹോൾഡർ എല്ലാ ആപ്പ് ഐക്കൺസിനും കാണും. പക്ഷേ ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്ന അല്ലെങ്കിൽ വരുത്തുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇൻവിസിബിൾ ആയിട്ടുള്ള പ്ലേസ് ഹോൾഡേഴ്സ് ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് യൂസേഴ്സിന് ഇൻവിസിബിൾ ആയിട്ടുള്ള പ്ലേസ് ഹോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ സിസ്റ്റം വൈഡ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ iOS 18 യൂസർ ഇൻ്റർഫേസ് ബേസ് ചെയ്തുള്ള ഇതുപോലെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് മാറ്റി നിർത്തിയാൽ പിന്നെ ഇതിൻ്റെ ഒരു കോർ എലമെൻറ്റ് അല്ലെങ്കിൽ കോർ ആയിട്ടുള്ളൊരു ഫീച്ചർ ഫങ്ഷണാലിറ്റിയാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. AI ഈ വർഷം ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്ന രണ്ട് രീതിയിലാണ്, ഓൺ ഡിവൈസ് ഫങ്ഷൻ ചെയ്യുന്ന AIയും അതോടൊപ്പം തന്നെ ക്ലൗഡിൽ ഫങ്ഷൻ ചെയ്യുന്ന AIയും. അപ്പോൾ ഓൺ ഡിവൈസ് ഈ ഒരു AI പെർഫോം ചെയ്യുന്നത് അത് ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള iPhone 15 അല്ലെങ്കിൽ 16 സീരീസ്, ഇനി വരാൻ പോകുന്ന iPhone 16 സീരീസിലായിരിക്കും ഓൺ ഡിവൈസ് ഈ പറഞ്ഞ AI ഫങ്ഷണാലിറ്റീസ് വർക്കാകാൻ പോകുന്നത്. അങ്ങനെയാണ് ലേറ്റസ്റ്റ് ലീക്സിലും റൂമേഴ്സിലും അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള ഐഫോണുകളിൽ ഈ പറഞ്ഞ ഓൾഡ് ഡിവൈസുകളിൽ ഓൺ ഡിവൈസ് ഇത് പെർഫോം ചെയ്യുക അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാകും. അത് ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് നമ്മുടെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ചെയ്യാം, അതോടൊപ്പം പെർഫോമൻസിന് ഹിക്കപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെയൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ആപ്പിൾ ക്ലൗഡിൽ ഈ പറഞ്ഞ AI ഫീച്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിനുവേണ്ടി നമുക്ക് ക്ലൗഡ് ബേസ്ഡ് ഈ ഒരു ജെമിനയുമായിട്ട് അല്ലെങ്കിൽ ഗൂഗിളുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു ഫീച്ചേഴ്സും ഫങ്ഷണാലിറ്റീസും ഒക്കെ വർക്ക് ചെയ്യാൻ പോകാൻ പോകുന്നത്. പിന്നീട് iOS 18 വളരെ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ചേഞ്ചാണ്, അത് കൺഫേം ചെയ്തിട്ടുണ്ട് ഗൂഗിൾ തന്നെ. അതായത് റിച്ച് കമ്മ്യൂണിക്കേഷൻ സർവീസസ്. നോർമൽ ടെക്സ്റ്റ് മെസ്സേജിൽ നമുക്ക് ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്കും ഐഫോണിൽ
ചെയ്യുന്ന ആൻഡ്രോയിഡ് യൂസേഴ്സിനും നമുക്ക് ഫോട്ടോസ്, വീഡിയോസ് ഇതുപോലുള്ള പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ അതിനെ കൺഫേം ചെയ്യുന്ന ഒരു ലീക്ക് ഇമേജ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞ ദിവസം ഗൂഗിൾ തന്നെ കൺഫേം ചെയ്തൊരു കാര്യമാണ്. പക്ഷേ എന്നാൽ ഈ ഒരു സ്ലൈഡ് ഗൂഗിൾ തന്നെ അവരുടെ സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് iOS 18 ബേസ് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലീക്സും റൂമേഴ്സും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.